ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ ആ 500 പൂമാല സമൂഹ വിവാഹത്തിൻ്റെ വേദിയിൽ എത്തിക്കുവാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. വണ്ടി മോഷണം പോയി, ഇടികളുണ്ടായി. അത് കഴിഞ്ഞിട്ടൊക്കെ നേതാവിന് അത് പൂമാലയൊക്കെ ഏൽപ്പിക്കുമ്പോൾ നേതാവിന് സന്തോഷമാവും. അവർക്കപ്പോൾ കൂടുതലായിട്ട് ഒരു 5000 രൂപ കൊടുക്കുകയും ചെയ്യും സച്ചിക്കും രേവതിക്കും. പക്ഷേ സച്ചി രേവതി അത് മേടിക്കില്ല, നമുക്ക് പറഞ്ഞ കാശ് മതി എന്ന് പറയും. പക്ഷെ നേതാവ് പറയും, എൻ്റെ സന്തോഷത്തിന് നിങ്ങളിത് മേടിക്കണം എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ കാശ് കൊടുക്കുവാണ്. രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമായി. അവർ കാശും കൊണ്ട് നേരെ പോകുന്നത് ചേച്ചിമാരുടെ അടുത്തോട്ടാണ്. ഏത് ചേച്ചിമാരാണെന്ന് വെച്ചാൽ പൂമാല കെട്ടാനൊക്കെ ഒരുപാട് പേര് രേവതിയെ സഹായിച്ചിട്ടുണ്ടായില്ലേ, അവർക്ക് കാശൊക്കെ കൊടുക്കണമല്ലോ. അത് കൊടുക്കാൻ വേണ്ടി രേവതിയും സച്ചിയും കൂടി പോകുവാണ്. ചേച്ചിമാർക്ക് കാശ് കൊടുക്കുമ്പോഴേക്കും ചേച്ചിമാർ പറയും, എന്താ രേവതി ഇത്? അപ്പോൾ പറയും, നമ്മൾ ഉറക്കൊഴിച്ചിരുന്ന പൂമാലയൊക്കെ കെട്ടിയില്ലേ, അതിൻ്റെ പ്രതിഫലം സാറ് തന്നു, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും ചേച്ചിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞങ്ങൾക്ക് എന്തിനാ പൈസ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, നിങ്ങളൊക്കെ കൂടി സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ആ മാല കെട്ടിത്തീർക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ചേച്ചി, അതിൻ്റെ പൈസ വേണ്ടേ നിങ്ങൾക്ക് ജോലി ചെയ്തതിൻ്റെ, അതാണിത് മേടിക്കുമെന്ന് പറയുമ്പോഴേക്കും ചേച്ചിമാർ പറയും, അയ്യോ ഞങ്ങൾക്ക് ഈ പൈസയൊന്നും വേണ്ട രേവതി. അപ്പോൾ സച്ചി പറയും, അങ്ങനെ പറയല്ലേ, നിങ്ങൾ ജോലി ചെയ്ത കാശാണ്, നിങ്ങളിത് മേടിക്കണം എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ രേവതിക്കൊരു സഹായം ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലാണ്ട് പൈസക്ക് വേണ്ടിയൊന്നും ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ല എന്ന് ആ ചേച്ചിമാർ പറയും. അപ്പോൾ സച്ചി പറയും, അത് സാരമില്ല, നിങ്ങൾ മേടിക്കുക, ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയല്ലോ, നിങ്ങൾ മേടിക്കുമെന്ന് പറയുമ്പോഴേക്കും ചേച്ചിമാർ പറയും, ഞങ്ങൾക്കും ഒരുപാട് സഹായങ്ങൾ രേവതി ചെയ്തു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കും പൂമാലയൊക്കെ രേവതി കെട്ടി തന്നിട്ടുണ്ട്, പക്ഷെ രേവതി ഇന്നേ വരെ പൈസയൊന്നും മേടിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ പൈസ മേടിക്കും? അപ്പോൾ രേവതി പറയും, ഇത് അതുപോലെയല്ലല്ലോ ചേച്ചി, ഒരുപാട് പൂമാലകൾ കെട്ടിയില്ലേ, അതിൻ്റെ പൈസയാണെന്ന് പറഞ്ഞിട്ടൊന്നും ചേച്ചിമാരൊന്നും മേടിക്കില്ല. അവർ പറയും, വേണ്ട രേവതി, ഞങ്ങൾ സ്നേഹം കൊണ്ടാണ് നിനക്ക് പൂമാല കെട്ടിത്തന്നത്, ഞങ്ങൾക്ക് ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞ് അവർ പൈസ ഒന്നും മേടിക്കുന്നില്ല. ചേച്ചിമാരുടെ സന്തോഷവും സ്നേഹങ്ങളൊക്കെ കാണുമ്പോഴേക്കും സച്ചിയുടെയും രേവതിയുടെയും കണ്ണ് നിറയുവാണ് കേട്ടോ. കാരണം അവരൊക്കെ രേവതി ഇത്രയും സ്നേഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് അതിൻ്റെ അപ്പുറത്തെ സന്തോഷമാണ്, രേവതിക്കും സന്തോഷമാണ്. അങ്ങനെ അവർ പൈസയും കൊണ്ടൊക്കെ പിന്നെ പൂ മേടിച്ച കടയിലൊക്കെ കൊടുക്കാൻ പോകും. എന്നിട്ട് പൈസയൊക്കെ സെറ്റിൽ ചെയ്തിട്ട് രേവതിയുടെ വീട്ടിലും പോവും, സച്ചി ഓട്ടോ ഓടിക്കാനും വേണ്ടി പോവും. എന്നിട്ട് രേവതി പിന്നെ പോകുന്നത് ആരുടെ അടുത്താന്ന് വെച്ചാൽ മഹേഷിൻ്റെ അടുത്തോട്ടാണ്. രേവതി പോകുമ്പോഴേക്കും മഹേഷ് പറയും, സച്ചി ഇവിടെ ഇല്ലല്ലോ, അവനിപ്പോൾ ഇവിടെ വണ്ടിയിൽ ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലാണെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ സച്ചിയേട്ടനെ കാണാൻ വേണ്ടി വന്നതല്ല, മഹേഷ് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ മഹേഷ് ചേട്ടൻ പറയും, എന്നെയോ, എന്താ രേവതി കാര്യം? അപ്പോൾ പറയും, എനിക്കിപ്പോൾ പൂ കെട്ടിയിട്ട് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ കാശിന് ഞാൻ സച്ചിയേട്ടനെ ഒരു കാറ് മേടിച്ചു കൊടുക്കാൻ വെച്ച് നിൽക്കുവാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി, എനിക്ക് കാറിനെ പറ്റി അങ്ങനെ വിവരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ മഹേഷിനോട് ചോദിച്ചിട്ട് ഒരു കാറ് മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മഹേഷ് പറയും, അതിനെന്താ, സച്ചിയോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പോയി മേടിച്ചൂടെ? അപ്പോൾ രേവതി പറയും, ഇല്ല, സച്ചിയേട്ടൻ അറിയണ്ട, സച്ചിയേട്ടൻ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് വേണ്ടി ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്ന ആളല്ലേ, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീട്ടിൽ ഇത്തിരിയെങ്കിലും ഒരു സമാധാനം ഉള്ളത്. അപ്പോൾ ആ സച്ചിയേട്ടന് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്, അതിനൊരു കാറ് മേടിക്കാൻ ഓർത്തു. അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയും, അയ്യോ, ഒരു കാറിന് 10 ലക്ഷത്തിന് മീതെ കാശ് വരുമല്ലോ, രേവതിയുടെ കയ്യിൽ അത്രയും കാശൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, 10 ലക്ഷമോ? ഓ, 10 ലക്ഷത്തിൻ്റെയൊന്നും ഇല്ല, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറായാലും മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മഹേഷ് പറയും, ആ, സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ഒരു 3 ലക്ഷത്തിനൊക്കെ കിട്ടും. അപ്പോൾ രേവതി പറയും, മൊത്തം കാശ് ഒന്നിച്ചു കൊടുക്കണോ? ഇല്ല, അത് ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷനും ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടന് ഇപ്പോൾ വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞെത്തുമ്പോൾ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട്, പണ്ട് കാർ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ നേരത്തെ കഴിയുമായിരുന്നു വർക്ക്, ഇപ്പോൾ ഓട്ടോ ഓടാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സച്ചിയേട്ടൻ മതിയായി വരുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, അതങ്ങനെയല്ലേ, ഓട്ടോക്ക് വരുമാനം കുറവല്ലേ, ഒരു കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന വരുമാനമൊന്നും ഓട്ടോക്ക് കിട്ടില്ലല്ലോ, ഓട്ടോയുടെ വരുമാനം ചാർജും കുറവല്ലേ, അതും അധികം ലോങ് ഒന്നും ഓട്ടോക്ക് പോകാനും പറ്റില്ലല്ലോ, ഞങ്ങൾ സച്ചി ഞാനും കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ വേണ്ടി പോയതാ, പക്ഷേ ഇത്രയും രൂപയൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട, മുതലാവില്ല, കാരണം അടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി എടുക്കാതിരുന്നത്. ഒരു കാറ് കണ്ട് സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്, പക്ഷേ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് സച്ചി മേടിച്ചില്ല. ഞങ്ങളൊക്കെ പൈസ തരാമെന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആ ആൻ്റണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്ന പൈസ സച്ചിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പോലും സച്ചി മേടിക്കുന്നില്ല, അത്രയ്ക്ക് നല്ലവനാ സച്ചി, ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് ഓർത്ത് സച്ചി സ്വന്തം വരുമാനത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നവനാണ്. രേവതി ഭാഗ്യം ചെയ്തവളാന്നൊക്കെ കൂടെയുള്ളവരൊക്കെ പറയുവാണ്. അപ്പോൾ
രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അല്ലെങ്കിലും അങ്ങനെയാണ്, ബാക്കിയുള്ളവരുടെ കാശൊന്നും ആഗ്രഹിക്കില്ല, എന്തായാലും എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ ഒരു കാർ മേടിച്ചു കൊടുക്കണം എന്ന് രേവതി പറയുവാണ്. ഏതായാലും സച്ചിയേട്ടൻ കണ്ടുവെച്ച ആ കാറുണ്ടെന്ന് പറഞ്ഞില്ലേ മഹേഷേട്ടൻ, നമുക്ക് ആ കാർ തന്നെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് മഹേഷും രേവതിയും കൂടി കാറിൻ്റെ ഷോറൂമിൽ പോകുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അയാളോട് പറയും, ചേട്ടാ അന്ന് നമ്മളൊരു കാറ് നോക്കിയില്ലേ, അതൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് രേവതിയും കൂട്ടി ആ കാറൊക്കെ കാണിച്ചു കൊടുക്കും. നല്ല അടിപൊളി ഒരു വൈറ്റ് കാറാണ് കേട്ടോ. രേവതിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. രേവതി ഡോറൊക്കെ തുറന്ന് നോക്കും, നല്ല കാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും ആദ്യം ഒരു 80,000 രൂപ അടക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ രേവതി പറയും 80,000 എൻ്റെ കയ്യിലൊരു 50,000 ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും 80,000 വേണം, പുതിയ കാറ് പോലെ അധികം ഓടാത്ത കാറാണ്, നല്ല സൂപ്പർ കാറാണ്, ഇപ്പോഴും പുതിയ കാറാണ്, ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്, പെട്ടെന്ന് കാശ് റെഡിയാക്കി തന്നാൽ എളുപ്പം നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കും എന്ന് പറയും. അപ്പോൾ രേവതി പറയും ചേട്ടാ വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ തന്നെ മേടിച്ചോളാം, നാളെ തന്നെ ഞാൻ പൈസ റെഡിയാക്കി വരാം എന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ ഏർപ്പാടാക്കിയിട്ട് രേവതി പോകുവാണ്. എന്നിട്ട് രേവതി ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ ഒപ്പിച്ച് 80,000 രൂപയൊക്കെ ആക്കിയിട്ട് മഹേഷിനെ അടുത്ത് പറയും, മഹേഷേട്ടാ സച്ചിയേട്ടൻ ആ കാറ് എന്തൊക്കെയായാലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും സച്ചിയേട്ടൻ ആ കാർ ഇഷ്ടമായോ എന്ന് അറിയണ്ടേ, സച്ചിയേട്ടനോട് പറയാതെ തന്നെ മഹേഷേട്ടൻ ഒന്ന് സച്ചിയേട്ടനെ വിളിച്ചുകൊണ്ടും വരണം, മഹേഷേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുന്നുണ്ട്, അത് സച്ചിയേട്ടൻ ഒന്ന് ഓടിച്ചു നോക്കി അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം സച്ചിയേട്ടനെ കൊണ്ട് ആ കാർ ഓടിപ്പിച്ച് ഇഷ്ടമായോ എന്ന് അറിയണം എന്ന് രേവതി പറയുവാണ് മഹേഷിനോട്. അപ്പം മഹേഷ് പറയും ആ ശരി, എൻ്റെ കൂട്ടുകാരൻ്റെ ആവശ്യത്തിനാന്ന് പറഞ്ഞ് ഞാൻ സച്ചിയെ കൊണ്ടുവരാം എന്ന് പറയും. എന്നിട്ട് സച്ചിയും മഹേഷും കൂടി ഷോറൂമിൽ വന്നിട്ട് സച്ചി ആ കാറൊക്കെ കാണുമ്പോൾ തന്നെ സച്ചിക്ക് ഭയങ്കര സങ്കടം വരുവേ. കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ച കാറാണല്ലോ, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്, അത് മഹേഷിൻ്റെ കൂട്ടുകാരൻ മേടിക്കാൻ പോകണമെന്ന് അറിയുമ്പോൾ ഒരു സങ്കടം വരും, എന്നാലും സന്തോഷമുണ്ട്. എന്നിട്ട് ആ കാറൊക്കെ തുറന്ന് ഓടിച്ചു നോക്കുവേ. സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, പുതിയ കാറ് പോലെ തന്നെയുണ്ടത്, ആക്സിലേറ്ററൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞു, സ്പീഡ് ചവിട്ടി അവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് സച്ചിക്ക്, സൂപ്പർ കാറാണെന്നൊക്കെ പറയുവാണ് മഹേഷിനോട്. കൂട്ടുകാരനോട് എന്തായാലും മേടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ, സച്ചിക്ക് ആ കാറ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ അറിയുമ്പോഴേക്കും. രേവതി എന്നിട്ട് പൈസയൊക്കെ കൊടുത്ത് ആ കാറ് മേടിക്കുവാണ്. സച്ചിയോട് അപ്പോഴും പറഞ്ഞിട്ടില്ല അത് സച്ചിക്ക് വേണ്ടിയിട്ടുള്ള കാറാണെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് റെഡിയായി രേവതി സച്ചിയെയും കൊണ്ട് അമ്പലത്തിൽ പോകുവാണ്. സച്ചിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകാനൊന്നും ഒന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ രേവതി പറയും പൂമാല കെട്ടിത്തീർത്ത ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ദൈവത്തിനോട് നേർന്നിട്ടുണ്ടായിരുന്നു സച്ചിയേട്ടനെ കൊണ്ട് വരാമെന്ന്, അതുകൊണ്ടാണ് ഒന്ന് അമ്പലത്തിൽ വന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെയും കൂട്ടി രേവതി അമ്പലത്തിൽ പോകുവാണ്. അമ്പലത്തിൽ പോകുമ്പോഴേക്കും അമ്പലത്തിൽ ദേവും അമ്മയും മഹേഷും എല്ലാവരും ഉണ്ടാവേ. സച്ചി അവരോടൊക്കെ സംസാരിച്ച് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആ കാർ അവിടെ കിടക്കുന്നേ. അപ്പോൾ സച്ചി പറയും എടാ മഹേഷ്, ഇത് നമ്മൾ അവിടെ കണ്ട കാറല്ലേ? അപ്പോൾ മഹേഷ് പറയും ആ ഇത് കൂട്ടുകാരൻ പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയും. ഓ, അപ്പോൾ സച്ചിയുടെ മുഖത്തൊരു സങ്കടമൊക്കെ വരും, കാരണം സച്ചിക്ക് ഇഷ്ടപ്പെട്ട കാറാണല്ലോ അത്. എന്നാലും സാരമില്ല, വാ രേവതി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നൊക്കെ പറയും. അപ്പോഴേക്കും പൂജാരി വന്നിട്ടൊക്കെ പറയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലമായിരിക്കും, ഇപ്പം തന്നെ കണ്ടില്ല ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. സച്ചിക്കൊന്നും അപ്പോഴൊന്നും കാര്യം മനസ്സിലാവില്ല കേട്ടോ. ദേവ് പോയി കാറിനെ മാലയും ചാർത്തും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ദേവ് എന്തിനാ കാറിനെ പോയി മാല ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും ഈ കാറിന് മാലയുടെ ഓർഡർ എനിക്കാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ മാല ഇടുന്നതെന്ന് പറയും. എന്നിട്ട് പൂജാരി പറയും വന്ന് താക്കോല് മേടിക്കുകയെന്ന് പറയും. അപ്പോൾ മഹേഷ് രേവതിയെ വിളിക്കുകയും അപ്പോൾ സച്ചി വിചാരിക്കും രേവതിയോ നീ എന്തിനാ അത് മേടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടന് വേണ്ടി ഞാൻ മേടിച്ച കാറാണ് അതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ. അതേപോലെ തന്നെ രേവതിയോടുള്ള സ്നേഹവും കൂടുവാണ്. രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ പറയും എന്തിനാ രേവതി ഇങ്ങനെ കാറൊക്കെ മേടിച്ചത്? അപ്പോൾ പറയും അത് എനിക്ക് സച്ചിയേട്ടൻ ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്നതാണ്, എനിക്ക് വീട്ടിലൊരു വിലയില്ലാത്ത സമയത്ത് സച്ചിയേട്ടൻ എനിക്ക് പൂക്കടയൊക്കെ ഇട്ട് സഹായിച്ചു, ആ സച്ചിയേട്ടന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, എനിക്ക് കിട്ടിയ ആ വരുമാനത്തിൽ നിന്ന് പൂ വിറ്റ് കിട്ടിയ ആ പൈസയിൽ നിന്ന് ഞാൻ സച്ചിയേട്ടനൊരു കാറ് മേടിച്ചു എന്ന് പറയുമ്പോഴേക്കും നീ ആ പൈസ മൊത്തം തീർത്തോ? അപ്പോൾ രേവതി പറയും അത് ഫുള്ളും കൊടുത്തു, എൻ്റെ സച്ചിയേട്ടന് വേണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവേ. കാർ ഒരുപാട് ആഗ്രഹിച്ച കാറാണല്ലോ, അതും രേവതി തന്നെ ഒരു ഗിഫ്റ്റായിട്ട് തന്നപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി, കണ്ണൊക്കെ നിറയുവാണ് സച്ചി. എന്നിട്ട് വണ്ടിയൊക്കെ പൂജിച്ച് അവർ രണ്ടാളും കൂടി കാറിൻ്റെ ഉള്ളിൽ കയറി പോകുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് കൂടുതൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുതിയ കാറ് തന്നെ മേടിച്ച് തന്നാനായിരുന്നു, ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ എന്താ, ഇത് നല്ല സൂപ്പർ കാറാണ്, പുതിയതുപോലെ തന്നെ ഉണ്ട്, എനിക്ക് അത്ര ഇഷ്ടമായ കാറാണെന്നൊക്കെ ഭയങ്കര അഭിമാനത്തിൽ പറയുവാണ്. ഏതായാലും സച്ചിക്ക് രേവതിയോടുള്ള വഴക്ക് ഇതോടുകൂടി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും സ്നേഹം തുടരാൻ പോകുവാണ്. അപ്പോൾ വരും ഭാഗങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.